പെൻഷൻ തട്ടിപ്പിൽ കടുത്ത നടപടി. ലൈവ് അറ്റ് 6ലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന തലക്കെട്ടുകൾ. പെൻഷൻ തട്ടിപ്പിൽ ഉദ്യോഗസ്ഥരുടെ പേര് പുറത്തുവിടാതെ സർക്കാർ. കേസെടുക്കാത്തതിലും വിശദീകരണമില്ല. അതീവ ഗുരുതരമെന്ന് പ്രതിപക്ഷം. കർശന നടപടിക്ക് നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി. കൂടുതൽ പരിശോധന നടത്തുമെന്ന് ധനമന്ത്രി. ശമ്പളം കിട്ടാതെ ട്രാക്കോ കേബിൾ ജീവനക്കാരൻ ജീവനൊടുക്കിയതിൽ പ്രതിഷേധം ശക്തം. പൊതുമേഖലാ സ്ഥാപനത്തിൽ ശമ്പളം മുടങ്ങിയിട്ട് 15 മാസമായിരുന്ന തൊഴിലാളികൾ. മാനേജ്മെന്റിന്റെ വീഴ്ചയ്ക്കെതിരെ സമരത്തിന് നീക്കം. ഉണ്ണിയുടെ മരണകാരണം അറിയില്ലെന്ന് മന്ത്രി പി രാജീവ്. കൊട്ടിഘോഷിച്ചു തുടങ്ങിയ കോട്ടയത്തെ ആകാശപാത പൊളിക്കും. ബലക്ഷയമുണ്ടെന്ന വിദഗ്ധ പരിശോധനയിൽ കണ്ടെത്തൽ. തുരുമ്പെടുത്ത പൈപ്പുകൾ പൊളിച്ചു കളയാൻ നിർദ്ദേശം. വികസന പദ്ധതികളെ സർക്കാർ കൊല്ലുന്നുവെന്ന് കോൺഗ്രസ്. ആലപ്പുഴയിൽ ഗർഭസ്ഥ ശിശുവിന്റെ ഗുരുതര വൈകല്യം കണ്ടെത്താത്തതിൽ നടപടി. 2 സ്കാനിംഗ് സെന്ററുകൾ പൂട്ടി സീൽ ചെയ്തു. ലൈസൻസും റദ്ദാക്കി. പരിശോധനാ റെക്കോർഡുകൾ സൂക്ഷിച്ചിട്ടില്ലെന്ന് കണ്ടെത്തൽ. സിപിഎമ്മിൽ വിഭാഗീയത രൂക്ഷം. പരസ്യ പ്രതിഷേധമുണ്ടായ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടു. തെറ്റായ പ്രവർത്തനം വെച്ചു പൊറുപ്പിക്കില്ലെന്ന് എം വി ഗോവിന്ദൻ. ആലപ്പുഴയിൽ സിപിഎം വിട്ട ഏരിയ കമ്മിറ്റി അംഗം ബിജെപി. ഫെൻജാൽ ചുഴലിക്കാറ്റ് ഉടൻ തീരം തൊടും. തമിഴ്നാട്ടിൽ അതീവ ജാഗ്രത. ചെന്നൈയിൽ നിന്നുള്ള 20 വിമാനങ്ങൾ റദ്ദാക്കി. വിമാനത്താവളം അടച്ചു. തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും കനത്ത മഴ. ബംഗ്ലാദേശിൽ മറ്റൊരു ഹിന്ദു സന്യാസി കൂടി അറസ്റ്റിൽ. ചിന്മോയ് ദാസിനെ ജയിലിൽ പോയി കണ്ട ശ്യാംദാസ് പ്രഭു അറസ്റ്റിൽ. സ്ഥിരീകരിച്ച ഇസ്കോൺ കൊൽക്കത്ത ഉപാധ്യക്ഷൻ. നോക്കാം വാർത്തകളിലേക്ക് വിശദമായി തന്നെ. പെൻഷൻ തട്ടിപ്പിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമ്പോഴും ഒരാളുടെ പേര് പോലും പുറത്തുവിടാതെ സർക്കാർ. വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച കോട്ടക്കൽ നഗരസഭയിലെ അനർഹരുടെ പട്ടികയും പുറത്തു വന്നിട്ടില്ല. അനർഹരെ കണ്ടെത്താൻ കൂടുതൽ പരിശോധന നടത്തുമെന്നും ആവശ്യമെങ്കിൽ ക്രിമിനൽ കേസ് എടുക്കുമെന്നുമാണ് ധനമന്ത്രിയുടെ വിശദീകരണം. പെൻഷനെ സംബന്ധിച്ച് ചില റിപ്പോർട്ടുകൾ വന്നു. അത് സംബന്ധിച്ച് നടപടികൾ സ്വീകരിക്കാനായി ബന്ധപ്പെട്ട ഭരണങ്ങൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഒറ്റ ഇൻറ്റൻഷനുള്ള തെറ്റായ കാര്യങ്ങൾ അത് ചെയ്യാൻ പാടില്ല. അത്തരം കാര്യങ്ങൾക്ക് ആവശ്യമായ വകുപ്പുകൾ നോക്കി പരിശോധന നടത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി ധനകാര്യ വകുപ്പ് ആ വകുപ്പുകൾക്ക് കൊടുത്തിട്ടുണ്ട്. മന്ത്രി ഇങ്ങനെ പറയുമ്പോഴും ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ്. ഗസറ്റഡ് ഓഫീസർമാരടക്കം സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റിയ 1458 സർക്കാർ ഉദ്യോഗസ്ഥർ ആരാണ്? ഇവരുടെ പൂർണ്ണ വിവരങ്ങൾ പുറത്തുവിടാൻ സർക്കാർ തയ്യാറാകാത്തത് എന്തുകൊണ്ട്? അനർഹർ ആരെന്ന് പൊതുജനം അറിയേണ്ടേ? തട്ടിപ്പ് പുറത്തു വന്ന് 3 ദിവസം പിന്നിടുമ്പോഴും പോലീസ് കേസെടുക്കാത്തതിന്റെ കാരണമെന്ത്? രാഷ്ട്രീയ താൽപര്യം ഇതിന് പിന്നിലുണ്ടോ? ചോദ്യങ്ങൾ ഉയരുമ്പോൾ കൃത്യമായ അന്വേഷണം കഴിയാതെ പേരുകൾ പുറത്തുവിടാനാവില്ലെന്ന വിശദീകരണമാണ് സർക്കാരിന്. എന്നാൽ പേര് വിവരങ്ങൾ പുറത്തുവിടാത്തത് പെൻഷൻ കൈപ്പറ്റുന്ന അർഹരായവരെ കൂടി സംശയനിഴലിൽ നിർത്തുന്നതാണെന്ന കാര്യത്തിൽ സർക്കാരിനും സംശയമുണ്ടാകാൻ ഇടയില്ല. അതിനിടെ BMW ഉടമ പോലും പെൻഷൻ വാങ്ങുന്ന കോട്ടക്കലിൽ നഗരസഭ തുടർ നടപടികളിലേക്ക് കടന്നു. അനർഹരെന്ന് 2021 ധനവകുപ്പ് കണ്ടെത്തിയ 61 പേരെ നേരിട്ട് കണ്ട് പരിശോധന നടത്തും. ഇക്കാര്യം ആവശ്യപ്പെട്ട് നഗരസഭാ സെക്രട്ടറിക്ക് കത്ത് നൽകി. 63-ൽ 18 പേരെ നേരത്തെ ക്ഷേമ പെൻഷനിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. കോട്ടക്കലിൽ വിജിലൻസ് അന്വേഷണവും സർക്കാർ ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ അന്വേഷണമില്ലാത്തതും ഇരട്ട നീതിയല്ലെന്ന് മന്ത്രി KN ബാലഗോപാൽ പ്രതികരിച്ചു. പ്രതിപക്ഷവും വിഷയത്തിൽ നിലപാട് കടുപ്പിക്കുകയാണ്. രാഷ്ട്രീയം നോക്കാതെ കർശന നടപടിയാണ് ആവശ്യപ്പെടുന്നത്. 2022 സിയാൻഡേജി കൃത്യമായി ഇത് ചൂണ്ടിക്കാണിച്ചാണ്. അനർഹരായ ധാരാളം ആളുകൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നു. 2 വർഷമായിട്ട് ഇത് പരിശോധിക്കാൻ പോലും ഗവൺമെന്റ് തയ്യാറായില്ല. ഇത് വളരെ ഗൗരവത്തിൽ സർക്കാർ രാഷ്ട്രീയമായിട്ട് കാണരുത്. ഞാൻ പറഞ്ഞ ശക്തമായിട്ടുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്തുണ്ടാവും. ആര് തെറ്റ് ചെയ്താലും ശിക്ഷിക്കപ്പെട്ടു. കാരണം ഇത്രയും മുന്തിയ വരുമാനമുള്ള ഒരു 1600 രൂപ കൈയിട്ട് വരിക എന്ന് പറഞ്ഞാൽ അത് ആര് ചെയ്താലും എക്സോർ വൈ നടപടിയെടുക്കാൻ സർക്കാർ വൈകരുത്. സാമ്പത്തിക പ്രതിസന്ധിയിൽ പെൻഷൻ മുടങ്ങുമ്പോഴാണ് അനർഹർ പെൻഷൻ കൈപ്പറ്റുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.
അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങിയ സർക്കാർ ജീവനക്കാർക്കെതിരെ കർശന നടപടിക്ക് നിർദ്ദേശിച്ചു മുഖ്യമന്ത്രി. വിഷയം ചർച്ച ചെയ്യാൻ ചേർന്ന പ്രത്യേക യോഗത്തിലാണ് തീരുമാനം. സർവീസിൽ കയറിയ ശേഷവും ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നത് അശ്രദ്ധയല്ല എന്ന് വിമർശിച്ച മുഖ്യമന്ത്രി വകുപ്പ് തല നടപടിക്കും നിർദ്ദേശിച്ചു. കൈപ്പറ്റിയ തുക പലിശ സഹിതം തിരിച്ചടപ്പിക്കും. അനർഹർക്ക് പെൻഷൻ വാങ്ങാൻ അവസരമൊരുക്കിയ മറ്റു ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയുണ്ടാകും. വാർഷിക മസ്റ്ററിംഗ് നിർബന്ധമാക്കാനും ഇതിന് ഫേസ് ഓതന്റിക്കേഷൻ ഏർപ്പെടുത്താനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ധനമന്ത്രി കെ എൻ ബാലഗോപാലും തദ്ദേശ മന്ത്രി എം പി രാജേഷും ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. കൊച്ചിയിൽ പൊതുമേഖലാ സ്ഥാപനമായ ട്രാക്കോ കേബിൾ ജീവനക്കാരന്റെ ആത്മഹത്യയെ തുടർന്ന് പ്രതിഷേധവുമായി സഹപ്രവർത്തകർ. ട്രാക്കോ കേബിളിൽ ശമ്പളം മുടങ്ങിയിട്ട് 15 മാസമായെന്ന് തൊഴിലാളികൾ പറയുന്നു. ജീവനക്കാരനായ പി ഉണ്ണിയാണ് ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യ ദുഃഖകരമാണെന്നും അതിന്റെ കാരണത്തെക്കുറിച്ച് അറിയില്ലെന്നും വ്യവസായ മന്ത്രി പി രാജീവ് പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസമാണ് കമ്പനിയിലെ CITU യൂണിയൻ ഭാരവാഹിയായ ഉണ്ണിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. മകളുടെ വിവാഹം നിശ്ചയിച്ചിരുന്നതായും ഉണ്ണിക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നതായും സഹപ്രവർത്തകർ പറയുന്നു. സാമ്പത്തികമായിട്ട് ഉണ്ണി വളരെ 15 മാസമായിട്ട് ശമ്പളം കിട്ടുന്നില്ല. ഇതിൽ 11 മാസമായിട്ട് തുടർച്ചയായിട്ട് ഞങ്ങൾക്ക് സാലറി ഇട്ടായിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. പുള്ളി ഡിപ്രഷനിലായിരുന്നു ശമ്പളം കിട്ടാത്തതിൻ്റെ. ഞങ്ങൾ ശക്തമായിട്ട് ഞങ്ങളുടെ യൂണിയൻ ആവശ്യപ്പെട്ടു. ഞങ്ങളെല്ലാ യൂണിയൻ ആവശ്യപ്പെട്ടാണ് MD വാക്ക് വലിക്കാത്തതിൻ്റെ ഉണ്ണിക്ക് ഇപ്പോൾ പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായി. അതിന് എത്രയും പെട്ടെന്ന് പൂർണ്ണ ഉത്തരവാദി MD ആണ്. MD അറസ്റ്റ് ചെയ്യണം. മാനേജ്മെന്റിന്റെ അലംഭാവമാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് തൊഴിലാളികളുടെ ആരോപണം. കഴിഞ്ഞ ദിവസം ഞങ്ങൾ MD പോയി കണ്ടിരുന്നു. MD കണ്ടപ്പോൾ ഞാൻ നേരിട്ട് പറഞ്ഞതാണ്, കമ്പനിയുടെ തൊഴിലാളികൾ ആത്മഹത്യ വക്കീലാണ്, ആരെങ്കിലും ആത്മഹത്യ ചെയ്യും എന്ന് അദ്ദേഹത്തിന് സൂചന കൊടുത്താണ് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ യൂണിയന്റെ ഇതിൽ പോയി കണ്ടിരുന്നു MD. അന്ന് ഞാൻ ഈ MD എന്നിട്ട് എൻ്റെ കൈക്ക് പിടിച്ചിട്ട് അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ എന്ന് ഉള്ള രീതിയിൽ ഈ MD എന്നോട് സംസാരിച്ചാണ്. അത് നടക്കുകയുണ്ടായി. ഇപ്പോൾ മരണകാരണം അറിയില്ലെന്നും 245 കോടി രൂപയുടെ നഷ്ടമുള്ള ട്രാക്കോ കേബിളിനായി സർക്കാർ പല ആലോചനകളും നടത്തിയിരുന്നതായി മന്ത്രി പി രാജീവ് പറഞ്ഞു. ഇൻഫോ പാർക്കിനായുള്ള സ്ഥലം കൈമാറ്റ പദ്ധതിക്കെതിരെ ജീവനക്കാർ തന്നെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. അത് എന്തായാലും ദുഃഖകരമായ ഒരു കാര്യമാണ് ആത്മഹത്യ എന്നുള്ളത്. ആത്മഹത്യയുടെ കാരണം എന്താണെന്ന് ഇപ്പൊ നമുക്ക് ആർക്കും ഇപ്പൊ പറയാൻ കഴിയില്ല. അത് അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വീട്ടിൽ പോയാലും നമുക്ക് അറിയാൻ കഴിയില്ല അതിന്റെ സാഹചര്യം എന്താണെന്നുള്ളത്. ട്രാക്കോ കേബിള് ഗൗരവമായ പ്രതിസന്ധി നേരിടുന്ന സ്ഥാപനമാണ്. ഗവൺമെന്റിനും അത് നല്ല ധാരണയുണ്ട്. ഇപ്പൊ ഇദ്ദേഹത്തിനാണെങ്കിൽ ഇപ്പൊ PF അടച്ചിട്ടില്ലെങ്കിലും മറ്റു കാര്യങ്ങൾക്ക് വായ്പ എടുക്കുന്നതിനും ബുദ്ധിമുട്ടില്ലാത്തതാണ്. എനിക്ക് തോന്നുന്നു ഇതിലേക്ക് നയിച്ച കാരണങ്ങൾ വേറെ നമ്മൾ നോക്കേണ്ടതാണ്. ഉണ്ണിയുടെ മരണത്തിൽ പ്രതിഷേധിച്ച് ശക്തമായ സമര പരിപാടികളിലേക്ക് നീങ്ങുകയാണ് ജീവനക്കാർ. ന്യൂസ് 18 കൊച്ചി. കോട്ടയത്തെ ആകാശപാതയ്ക്ക് ബലക്ഷയം. പാലക്കാട് IITയും ചെന്നൈ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് റിസർച്ച് സെന്ററുമാണ് ബലപരിശോധന നടത്തിയത്. തുരുമ്പെടുത്ത പൈപ്പുകൾ പൊളിച്ചു കളയണമെന്നാണ് റിപ്പോർട്ടിലെ നിർദ്ദേശം. അടിസ്ഥാന തൂണുകൾ ഒഴികെ മറ്റു തൂണുകൾക്ക് ബലക്ഷയം കണ്ടെത്തി. രാഷ്ട്രീയ വിരോധം വെച്ച് ആകാശപാത ഇല്ലാതാക്കാനാണ് ശ്രമമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചു. ഗർഭസ്ഥ ശിശുവിന്റെ വൈകല്യം കണ്ടെത്താത്ത സംഭവത്തിൽ ആലപ്പുഴയിലെ 2 സ്കാനിംഗ് സെന്ററുകൾ ആരോഗ്യവകുപ്പിന്റെ പൂട്ട്. 2 സ്ഥാപനങ്ങളും സീൽ ചെയ്ത് ലൈസൻസ് റദ്ദു ചെയ്തു. സ്കാനിംഗിന്റെ റെക്കോർഡുകൾ സൂക്ഷിച്ചിട്ടില്ല എന്നാണ് കണ്ടെത്തൽ. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശപ്രകാരം വിദഗ്ധ സംഘം നടന്ന പരിശോധനകൾക്കിടയിലാണ് കണ്ടെത്തൽ. റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം തുടർ നടപടികൾ ഉണ്ടാകും. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, കടുത്ത നടപടിയിലേക്ക് തന്നെ കടക്കണമെന്നുള്ള ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം 2 സ്കാനിംഗ് സെന്ററുകൾക്ക് പൂട്ടിടുന്നതോടുകൂടി അവസാനിക്കുമോ? എന്തെല്ലാം കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നുള്ള സൂചനകളുണ്ട്? കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ വി മീനാക്ഷി നേതൃത്വത്തിലുള്ള സംഘം ആലപ്പുഴയിലെത്തി പരിശോധന നടത്തിയിരുന്നു. ഇവര് ഈ കുട്ടിക്ക് അംഗവൈകല്യം ഉണ്ടായ സംഭവത്തിനകത്ത് സ്കാനിംഗ് നടത്തിയ സ്കാനിംഗ് സെന്ററുകൾ, സ്വകാര്യ ലാബുകളിലും സ്കാനിംഗ് സെന്ററുകളിലും ആ പരിശോധന നീട്ടുകയും ചെയ്തിരുന്നു. തുടർന്ന് അവിടുത്തെ റേഡിയോളജിസ്റ്റുകളുടെ അടക്കം വിളിച്ചു വരുത്തി നടത്തിയ ചോദ്യം ചെയ്യലിൽ പല അവ്യക്തതകളുമാണ് ആരോഗ്യ വകുപ്പിന് ഉണ്ടായത്. മാത്രമല്ല, സ്കാനിങ്ങിനെ സംബന്ധിച്ച റിപ്പോർട്ട് 2 വർഷം ശേഖരിച്ചു വെക്കണം എന്നുള്ളതാണ് നിബന്ധന. എന്നാൽ ഈ കുട്ടിയുടെ അമ്മ, അംഗവൈകല്യം സംഭവിച്ച കുട്ടിയുടെ അമ്മയെ സ്കാൻ ചെയ്തതുമായി ബന്ധപ്പെട്ട ചികിത്സാ രേഖകളൊന്നും തന്നെ ലഭ്യമല്ലാത്ത സാഹചര്യമുണ്ടായി. തുടർന്ന് ആലപ്പുഴയിലെ ശങ്കർ ലാബ്, ഒപ്പം തന്നെ മിഡാസ് ഹെൽത്ത് കെയർ, ഈ 2 സ്ഥാപനങ്ങളാണ് ഇപ്പോൾ അടച്ചുപൂട്ടാനായിട്ടുള്ള നിർദ്ദേശം ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അവർ ഇന്നലെ എത്തിയ സംഘം നൽകിയ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഇങ്ങനെ ഒരു നടപടി സ്വീകരിച്ചിട്ടുള്ളത്.
ലോക്കൽ സമ്മേളനങ്ങൾ അലങ്കോലപ്പെട്ടതിന് പിന്നാലെ വിഭാഗീയത പരസ്യ പ്രതിഷേധത്തിലേക്കും ഒടുവിൽ തെരുവിലേക്ക് നീങ്ങിയ കരുനാഗപ്പള്ളിയിൽ CPM നടപടി. ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ട് താൽക്കാലിക അഡ്ഹോക് കമ്മിറ്റിക്ക് ചുമതല കൈമാറി. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുത്ത യോഗത്തിലാണ് ഏരിയ കമ്മിറ്റി പിരിച്ചുവിടാനുള്ള തീരുമാനം. കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ ഭൂരിഭാഗം ലോക്കൽ സമ്മേളനങ്ങളും തർക്കത്തെ തുടർന്ന് അലങ്കോലപ്പെട്ടിരുന്നു. തെരഞ്ഞെടുപ്പിലേക്ക് പോയതോടെ കഴിഞ്ഞ ദിവസം നടന്ന കുലശേഖരപുരം നോർത്ത് ലോക്കൽ സമ്മേളനം കയ്യാങ്കളി വരെ എത്തി. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ K. രാജഗോപാൽ, K. സോമപ്രസാദ് എന്നിവരെ തടഞ്ഞുവെച്ചു. സമ്മേളനത്തിൽ ഔദ്യോഗിക പാനൽ തെരഞ്ഞെടുക്കപ്പെട്ടു. ജില്ലാ കമ്മിറ്റി അംഗം PR വസന്തൻ നേതൃത്വം നൽകുന്ന മാഫിയ കരുനാഗപ്പള്ളിയിലെ പാർട്ടിയെ തകർത്തെന്നാണ് വിമത വിഭാഗത്തിന്റെ ആരോപണം. തുടർന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടൽ. ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ട് താൽക്കാലിക അഡ്ഹോക് കമ്മിറ്റിക്ക് ചുമതല കൈമാറി. സ്വാഭാവികമായിട്ടും ഉണ്ടായ ഈ പ്രശ്നങ്ങളെല്ലാം ഗൗരവപൂർവ്വം ചർച്ച ചെയ്ത് നിലവിലുള്ള കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ പുനഃസംഘടിപ്പിക്കണം എന്നിപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. ആ കമ്മിറ്റിക്ക് കരുനാഗപ്പള്ളിയിലെ പാർട്ടിയെ നയിച്ചു പോകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പാർട്ടി കണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. ഒരു അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് അതിനടിസ്ഥാനപ്പെടുത്തി പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ ചുമതല നിർവഹിക്കുന്നതിന് വേണ്ടി പാർട്ടി സഖാക്കളെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അതിനടിസ്ഥാനപ്പെടുത്തി ഇനി സംഘടനാ പ്രവർത്തനം മുന്നോട്ടേക്ക് പോകും. സംസ്ഥാന കമ്മിറ്റി അംഗം സൂസൻ കോടിക്കൊപ്പമുള്ളവരും PR വസന്തനെ അനുകൂലിക്കുന്നവരുമാണ് വിഭാഗീയതയുടെ ഇരുതലക്കിലുമുള്ളത്. ലോക്കൽ കമ്മിറ്റികളിൽ ഭൂരിഭാഗവും വസന്തൻ വിഭാഗത്തിന്റെ കയ്യിലാണ്. കമ്മിറ്റികളിലെ ആധിപത്യം ഉറപ്പിക്കലാണ് തർക്കങ്ങൾക്ക് അടിസ്ഥാനം. കരുനാഗപ്പള്ളിയിൽ പലയിടങ്ങളിലും സേവ് CPM എന്ന പേരിൽ പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടിരുന്നു. വിഭാഗീയതയും പ്രതിഷേധങ്ങളും പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്ന് ജില്ലാ നേതൃത്വം വിലയിരുത്തിയിരുന്നു. സംസ്ഥാന സമ്മേളനം നടക്കേണ്ട ജില്ലയിൽ തിടുക്കപ്പെട്ട് അച്ചടക്ക നടപടി വേണ്ടെന്ന അഭിപ്രായം തള്ളിയാണ് കടുത്ത നടപടികളിലേക്ക് സംസ്ഥാന നേതൃത്വം കടന്നത്. ന്യൂസ് 18 കൊല്ലം. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം ബിബിൻ C. ബാബു BJPയിൽ ചേർന്നു. കായംകുളം മുൻ ഏരിയ കമ്മിറ്റി അംഗമാണ്. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൽ കൃഷ്ണപുരം ഡിവിഷനിൽ നിന്നുള്ള അംഗമാണ്. 2023-23 കാലയളവിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്നു. CPMന് മതനിരപേക്ഷ സ്വഭാവം നഷ്ടപ്പെട്ടെന്നും ഒരു വിഭാഗത്തിന്റെ കയ്യിലേക്ക് പാർട്ടി പോയെന്നും ബിബിൻ C. ബാബു കുറ്റപ്പെടുത്തി. CPM മതനിരപേക്ഷ സ്വഭാവം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് CPM എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു വിഭാഗത്തിൻ്റെ മാത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് വർഗീയ ശക്തികളാണ് ഇതിനെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത്. സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ധാരാളം പദ്ധതികൾ രാജ്യം ഭരിക്കുന്ന മോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് BJPയിൽ അംഗത്വം എടുത്തിരിക്കുന്നത്. G. സുധാകരൻ സാറിൻ്റെ അവസ്ഥ, അദ്ദേഹത്തിന് പോലും ഈ പാർട്ടിയിൽ ദയനീയമായ അവസ്ഥയാണ് ആലപ്പുഴയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വയനാട്ടിലെ ജനതയുടെ ശബ്ദമുയർത്തിക്കൊണ്ടേയിരിക്കുമെന്ന് പ്രിയങ്ക ഗാന്ധി. രാഷ്ട്രീയ പോരാട്ടത്തിനുള്ള കരുത്ത് നൽകിയ വയനാടൻ ജനതയ്ക്ക് 1000 നന്ദിയെന്നും പ്രിയങ്ക പറഞ്ഞു. I thank all of you from the deepest place in my heart for bringing me here today and for making me your member of parliament. In these 35 years, I must have met millions of people, but I just want to say to you that I remember each one of you who has waited for me here in Wayanad. I remember each one of your faces. I remember each child, every mother, every sister, every brother, everyone who has come to greet me, brought me a flower, given me a hug, given me a kiss. I remember each one of you. വയനാട്ടിൽ എന്ത് ദുരന്തമുണ്ടായാലും സഹായം നൽകില്ല എന്നാണ് പ്രധാനമന്ത്രി പറയുന്നതെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. The Indian Constitution says treat all people in India, all regions in India, all states in India fairly. Prime Minister of India says, regardless of what tragedy Wayanad has faced, I will not give them the support that is their due. So this is the atmosphere in which we are operating. And in a sense, it is the feelings that you have and millions of other people have that give us confidence, that protect us. വയനാട്ടിലെ വോട്ടർമാർക്ക് നന്ദി പറയാനാണ് ഇരുവരും എത്തിയത്. നാളെ കൽപ്പറ്റ, മാനന്തവാടി, ബത്തേരി മണ്ഡലങ്ങളിൽ സ്വീകരണ പരിപാടികളിൽ പങ്കെടുക്കും. മറ്റ് വാർത്തകളിലേക്ക് കടക്കാം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ പുനരധിവാസം വൈകുന്നതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. യൂത്ത് കോൺഗ്രസ് കളക്ടറേറ്റിൽ നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ലാത്തി വീശി. ജില്ലാ പ്രസിഡന്റ് അമൽ ജോയ്, ജംഷീർ പള്ളിവയൽ എന്നിവരടക്കം നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു. പോലീസ് ബാരിക്കേഡ് മറികടക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിച്ചതാണ് സംഘർഷത്തിലേക്ക് എത്തിച്ചത്.
വയനാട് പുനരധിവാസത്തിൽ സർക്കാർ നടപടികൾക്ക് വേഗതയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കിട്ടിയ പണമെങ്കിലും ചെലവഴിക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് പിഴവ് പറ്റി. സ്പോൺസർ ചെയ്ത സ്ഥലങ്ങൾ ഇതുവരെ ഏറ്റെടുത്തില്ല. കേന്ദ്ര സർക്കാർ പൂർണ്ണമായി അവഗണിക്കുകയാണെന്നും വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തി. മുറിവുണങ്ങാതെ മുണ്ടക്കയും ചൂരൽമലയും ദുരന്തം പിന്നിട്ട് 4 മാസം. ദുരന്തത്തെ അതിജീവിച്ച മുണ്ടക്കൈ ചൂരൽമല മേഖലയിലെ ജനങ്ങൾ നേരിടുന്നത് കടുത്ത മാനസിക സമ്മർദ്ദമാണ്. പ്രിയപ്പെട്ടവരെ നഷ്ടമായതും അതുവരെ സൂക്ഷിച്ചിരുന്നതെല്ലാം ഒരു രാത്രി കൊണ്ടില്ലാതായതും ഇവരുടെ ഉറക്കം കെടുത്തുന്ന വേദനിപ്പിക്കുന്ന ഓർമ്മകളാണ്. വൈഫിൻ്റെ പറയുമ്പോൾ ഒരു വിഷമമാണ്. ചില രാത്രിയൊക്കെ ഭയങ്കര കരച്ചിലിരിക്കും, ചില സമയത്തൊക്കെ ഒറ്റയ്ക്കായ പോലെ. ഉറങ്ങിയിട്ട് 126 ദിവസമായി. കാരണം ശരിക്കും ഒരു 1 മണി, ശരിക്കും ഒരു 1:30 ആയി കഴിഞ്ഞാൽ നെറ്റുണരും. പിന്നീട് ഞങ്ങൾ ഉറങ്ങാറില്ല. അതിനുവേണ്ടി ഞാൻ ഉറക്കഗുളിക കഴിക്കാറുണ്ട്. കാരണം ഞാനെന്നല്ല, ആ നാട്ടിൽ ഒരു 80% പേരും ഇതുപോലെയുള്ള ജീവിതത്തിലേക്ക്, ദുരന്ത ജീവിതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഉറക്കിലായിരുന്നു, അവനൊന്നും അറിഞ്ഞിട്ടില്ല. മോന് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് സലാം പറഞ്ഞ് കിടന്ന കുട്ടിയാണ്. രാവിലെ എണീച്ചപ്പോൾ കൂടെ ഇല്ല. അവനെ ഞാൻ ചേർത്ത് പിടിച്ചിരുന്നു, ടീഷർട്ടിൽ ചേർത്ത് മുറുക്ക പിടിച്ചിരുന്നു. അവനും വെള്ളം അടുത്തേക്ക് എത്തിയപ്പോൾ അവനെന്തോ ചെവിയിൽ അറിഞ്ഞിട്ടുണ്ട്, എന്തോ ഒരു ശബ്ദം ഉണ്ടെന്ന് അറിഞ്ഞെന്ന് തോന്നുന്നു. എൻ്റെ അടുത്തേക്ക് കടന്നു. അപ്പം ഞാനും അവൻ്റെ അടുത്തേക്ക് കടന്ന് അവൻ്റെ ടീഷർട്ട് മുറുക്ക പിടിച്ചു. പക്ഷെ വെള്ളം അങ്ങനെ കട്ടിലോടെ കൊണ്ടുപോയപ്പോൾ ഞാനും അങ്ങ് കമിഴ്ന്നപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് വിട്ടുപോയി. ഉരുൾ എല്ലാം തുടച്ചെറിഞ്ഞ ആ രാത്രി നഷ്ടമായതാണ് ഈ നാടിൻ്റെ ഉറക്കം. ഇന്ന് ഇവർക്ക് ഉറങ്ങണമെങ്കിൽ മരുന്നുകളുടെ സഹായം വേണം. വേട്ടയാടുകയാണ് ഓർമ്മകൾ. പ്രിയപ്പെട്ടവരുടെ, പ്രിയങ്കരമായവയുടെ, സ്വന്തം വീടിൻ്റെ, നാടിൻ്റെ. ദുരന്തത്തെ അതിജീവിച്ചവർക്ക് ദീർഘകാലത്തേക്ക് മാനസിക പിന്തുണ നൽകേണ്ടതുണ്ടെന്ന് ഈ മേഖലയിലുള്ളവർ പറയുന്നു. ആ ദുരന്തം ഉണ്ടായ സമയങ്ങളിലാണെങ്കിൽ നമ്മളെല്ലാവരും അവിടെയുള്ള ആളുകൾക്ക് പ്രത്യേകമായിട്ടൊരു കരുതൽ നൽകിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളെല്ലാവരും തിരക്കുകളിലേക്ക് ആയിപ്പോയ സമയങ്ങളിൽ അവർക്ക് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്നൊക്കെ മനസ്സിലാവാൻ പറ്റുന്നത്. എന്തായാലും കൂടുതലായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതായത് മെന്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം പ്രവർത്തനങ്ങൾ ഇനിയും അവർക്കിടയിൽ ആവശ്യമുണ്ട്. നമ്മൾ കാണുന്നതിലും ആഴമുള്ളതാണ് ഈ ദുരന്തം ഇവരിൽ ഏൽപ്പിച്ച മുറിവ്. പുനരധിവാസം, ബാങ്ക് വായ്പ, തൊഴിൽ, ഉപജീവനം തുടങ്ങി നാളെ എന്തെന്നറിയാതെ നിൽക്കുകയാണ് ഈ നാട്. സർക്കാർ പൊള്ളയായ വാക്കുകൾ കൊണ്ട് ഇവരെ ചേർത്ത് പിടിക്കരുത്. അതിവർക്ക് താങ്ങാനാകില്ല. അഖിലോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. ഉരുൾ നാശം വിതച്ച കോഴിക്കോട് വിലങ്ങാട് ജനജീവിതം ഇപ്പോഴും സാധാരണഗതിയിലായിട്ടില്ല. പുനരധിവാസം അടക്കമുള്ളവ വൈകുന്നതിൽ പ്രതിഷേധം ശക്തമാണ്. അവഗണനയിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ വില്ലേജ് ഓഫീസ് ഉപരോധിച്ചു. ഉരുൾ നാശം വിതച്ച് 4 മാസം പിന്നിടുകയാണ്. കുത്തിയൊലിച്ചെത്തിയ മലവെള്ളം വീടുകളും കൃഷിയിടങ്ങളും തകർത്തു. ഉള്ളതെല്ലാം നഷ്ടമായതിന്റെ മുറിവ് ഇവിടത്തുകാർക്കുണങ്ങിയിട്ടില്ല. സർക്കാരിന്റെ ആശ്വാസ നടപടികൾ പ്രഖ്യാപനത്തിലൊതുങ്ങി. 100-ലേറെ ഇടങ്ങളിൽ ഉരുൾപൊട്ടിയെന്ന് കണ്ടെത്തിയ വിലങ്ങാട് റോഡുകളും പാലങ്ങളും പുനർനിർമ്മിക്കാനും നടപടിയില്ല. വിലങ്ങാട്ടെ ജനത ഇപ്പോൾ പ്രക്ഷോഭ പാതയിലാണ്. സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ വില്ലേജ് ഓഫീസ് ഉപരോധിച്ചു. കാർഷിക മേഖലയാകെ തകർന്നു. ദുരിതബാധിതർ വാടക ലഭിക്കാതെ തകർന്ന വീടുകളിലേക്ക് തിരിച്ചുപോകുകയാണ്. സൗജന്യ റേഷനും മുടങ്ങുന്നു. സമരത്തിന്റെ ഭാഗമായി വിലങ്ങാട് ടൗണിൽ വ്യാപാരികൾ 1 മണിക്കൂർ കടകൾ അടച്ച് പ്രതിഷേധിച്ചു. വിലങ്ങാട്ടെ പുനരധിവാസം ഉടൻ സാധ്യമാക്കണമെന്ന് കെ മുരളീധരൻ ആവശ്യപ്പെട്ടു. വിലങ്ങാട് സഹായധനം വളരെ തുച്ഛമായിട്ടുള്ള സഹായധന പ്രഖ്യാപിച്ചു. ഏതാണ്ട് 13 കോടിയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ആകെ 11 ലക്ഷം മറ്റാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ ആളുകൾ മരിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. മരണം ഒന്നിൽ ചുരുങ്ങിയെങ്കിലും ഉള്ളവർക്കെല്ലാം നഷ്ടപ്പെട്ടു. ആ കാർഷിക മേഖല ഇനി ഒരു വരുമാനം ഇല്ലാത്ത രീതിയിലേക്കാണ് നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അടിയന്തര സഹായം സംസ്ഥാന സർക്കാർ അവർക്ക് നൽകണം. ന്യൂസ് 18 വിലങ്ങാട്.
വിവാഹ അഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയുടെ അച്ഛനെ തലക്കടിച്ചു കൊന്നു. കിളിമാനൂർ ഞാവേലിക്കോണം സ്വദേശി ബിജുവാണ് മരിച്ചത്. മകളെ വിവാഹം കഴിച്ചു നൽകാത്തതിലുള്ള വിരോധത്തിൽ കൊല്ലം മാടത്തറ സ്വദേശി രാജീവാണ് ആക്രമിച്ചത്. ചികിത്സയിലിരിക്കെയാണ് ബിജു മരിച്ചത്. വിവരങ്ങളുമായി അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, എപ്പോഴാണ് ക്രൂര സംഭവം ഉണ്ടായത്? പോലീസ് വ്യക്തമാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇക്കഴിഞ്ഞ 17-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. ബിജുവിന്റെ മകളെ വിവാഹം ചെയ്തു തരണമെന്ന് ഈ പ്രതിയായ രാജീവ് നേരത്തെ തന്നെ ബിജുവിനോട് ആവശ്യപ്പെടുമായിരുന്നു. എന്നാൽ ഇതിൽ അനുകൂലമായൊരു പ്രതികരണം ബിജുവിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ല. ഈ സംഭവം നടന്ന 17-ാം തീയതി വൈകുന്നേരത്ത് ബിജു വീടിന് സമീപത്തുള്ള ജംഗ്ഷനിൽ സുഹൃത്തിനൊപ്പം സംസാരിച്ചു നിൽക്കുകയായിരുന്നു. ആ സമയം അവിടെ എത്തിയ രാജീവ് ഇതേ ആവശ്യം വീണ്ടും ബിജുവിനോട് ഉന്നയിച്ചു. എന്നാൽ മകൾക്ക് പ്രായപൂർത്തിയായില്ല എന്നും വിവാഹത്തെക്കുറിച്ച് പിന്നീട് ആലോചിക്കാമെന്നുമാണ് ബിജു അപ്പോൾ പറഞ്ഞത്. ഇത് സുഹൃത്തും ഇതിന് സാക്ഷിയാണ്. എന്നാൽ ഇതിൽ പ്രകോപിതനായി ഉടൻ തന്നെ രാജീവ് ബിജുവിനെ ആക്രമിക്കുകയായിരുന്നു. തറയിൽ വീണ ബിജുവിന്റെ തലയിൽ കല്ലുകൊണ്ട് ഇടിച്ചാണ് ഇയാൾ പരിക്കേൽപ്പിച്ചത്. തലയിൽ ഗുരുതരമായി തന്നെ പരിക്കേറ്റിരുന്നു. അവിടെ നിന്ന് നാട്ടുകാരാണ് ബിജുവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കഴിഞ്ഞ ഈ ദിവസങ്ങളിലെല്ലാം ചികിത്സയിലായിരുന്നു. ഇന്ന് രാവിലെയാണ് ബിജു മരണപ്പെട്ടത്. അഭിലാഷാണ് വിവരം നൽകിയത്. ഉത്തർപ്രദേശ് ടൂറിസവും ന്യൂസ് 18 കേരളവും ചേർന്ന് സംഘടിപ്പിക്കുന്ന റൈസിംഗ് ട്രിവാൻഡ്രം മഹാകുംഭ് തുടരുകയാണ്. അടുത്ത ജനുവരി 13 മുതൽ പ്രയാഗ്രാജിൽ തുടക്കമാകുന്ന മഹാകുംഭമേളയുടെ പ്രചരണാർത്ഥമാണ് പരിപാടി. കുംഭമേളയുടെ ചരിത്രം, പാരമ്പര്യം, ഭാരതീയ പൈതൃകം തുടങ്ങിയ വിഷയങ്ങളിൽ പാനൽ ചർച്ചകൾ നടക്കുകയാണിപ്പോൾ. തിരുവനന്തപുരം അപ്പോളോ ഡിമോറയിൽ നടക്കുന്ന റൈസിംഗ് ട്രിവാൻഡ്രം മഹാകുംഭ് പരിപാടിയിലേക്ക് തത്സമയം. ഒരു കണക്കിന് നമുക്ക് ടൂറിസത്തിന് മുന്നോട്ട് പോകാനുള്ള ഒരു വലിയ ചവിട്ടുപടിയാണത്. അതെ. അപ്പോ ആ രീതിയിലാണ് ഇപ്പൊ കാണുന്നത്. ഒൺലി തിങ് ഈസ് അതിന്റെ പൊട്ടൻഷ്യൽ നോക്കിയാൽ ഇതിനേക്കാൾ 10 മടങ്ങാണ്. ലോകത്തിലേക്ക് നമ്മളിപ്പോ കുംഭമേളയെ പറ്റി പറയല്ലോ, വേൾഡ്സ് ലാർജസ്റ്റ് പിൽഗ്രിമേജ് ആക്ടിവിറ്റിയാണ് കുംഭമേള എന്ന് പറയുന്നത്. വേൾഡ്സ് ലാർജസ്റ്റ് ആണ്. അത്രയും ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്ന ഇറ്റ് ഈസ് നോട്ട് എ ജോക്ക്. അപ്പൊ അതിനകത്ത് ഡെഫിനറ്റ് ആയിട്ടും പാളിച്ചകൾ ഉണ്ടാവും. എത്ര നമ്മൾ വിചാരിച്ചാലും പാളിച്ചകളുണ്ടാവും. പക്ഷെ എന്നാലും അത്രയധികം ഹോസ്പിറ്റൽസും ഭക്ഷണശാലകളും ബാക്കിയുള്ള ടോയ്ലറ്റ്സ് ഫെസിലിറ്റീസും ബാക്കി ബാത്റൂം ഫെസിലിറ്റീസും അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ടാകുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്, അതിന് സംശയമില്ല. ദേവി സാർ, ഇവിടെ ഈ ടൂറിസത്തിന്റെ പല സാധ്യതകളെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ഒടുവിലായി സ്ലീപ്പിൻ ടൂറിസത്തിലേക്ക് വരെ എത്തിയിട്ടുണ്ട്. സ്വസ്ഥമായി കിടന്നുറങ്ങുക, അതിനുള്ള ഒരു സ്പേസ് കണ്ടെത്തുക, എങ്ങനെ ഉറങ്ങണം എന്ന് ഈ ടൂറിസത്തിന്റെ ഭാഗമായി നമുക്ക് ഗൈഡൻസ് നൽകും. എനിക്ക് ഈ സ്ലൈഡ് ഷോയിലടക്കം ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് നേരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഒക്കെ കാര്യം സൂചിപ്പിച്ചത് കൊണ്ടാണ്. അപ്പോൾ വിശ്വാസികളായിട്ടുള്ള ഒരു വലിയ വിഭാഗവും നമുക്കിടയിലുണ്ട്. അവർ അതിന്റെ ഭാഗം കൂടിയായിട്ടാണ്. സാറ് തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അവിടെ ആ സ്നാനം ചെയ്യുമ്പോൾ സകല പാപങ്ങളും ഇല്ലാതാകുമെന്നുള്ളതാണ്. സാറിന്റെ പാപമൊക്കെ പോയോന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ സ്നാനഘട്ടം എങ്ങനെയായിരിക്കണം, അതെ, എങ്ങനെയാണ് സ്നാനം ചെയ്യേണ്ടത്? ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് ഒരാൾ ചെല്ലുമ്പോൾ അവിടെ എങ്ങനെയാണ് തൊഴേണ്ടത്, എങ്ങനെയാണ് അതിന്റെ ആരാധനാക്രമം, ഇതൊന്നും സാധാരണക്കാരായ ആളുകൾക്ക് അറിയില്ല. അത് ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഇത് വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും രാജ്യമാണ്. വിശ്വാസിയായിട്ടുള്ള ഒരാൾ ഒരു ക്ഷേത്രത്തിൽ ചെല്ലുന്നു, ഒരു ആരാധനാലയത്തിൽ ചെല്ലുന്നു, ഒരു ഇസ്ലാമിക ആരാധനാലയത്തിലാകട്ടെ ക്രിസ്ത്യൻ ആരാധനാലയത്തിലാകട്ടെ, ഓരോന്നിനും ഓരോ ക്രമങ്ങൾ. മഹാകുംഭ് തുടരുകയാണ്. തത്സമയ സംരക്ഷണമാണ് കണ്ടത്. മറ്റു വാർത്തകൾക്ക് മുൻപ് ഇടവേള. ബംഗ്ലാദേശിൽ ആത്മീയ നേതാവ് ചിന്മോയ് കൃഷ്ണദാസിന്റെ അറസ്റ്റിന് പിന്നാലെ മറ്റൊരു സന്യാസി കൂടി അറസ്റ്റിൽ. ചിന്മോയ് ദാസിനെ കാണാൻ ജയിലിൽ പോയ ശ്യാംദാസ് പ്രഭു എന്ന സന്യാസിയെയാണ് ബംഗ്ലാദേശിലെ ചാറ്റോഗ്രാമിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. ഇസ്കോൺ കൊൽക്കത്ത വൈസ് പ്രസിഡന്റും വക്താവുമായ രാധാരമൺ ദാസാണ് ഇക്കാര്യം എക്സിലൂടെ അറിയിച്ചത്. ചിന്മോയ് കൃഷ്ണദാസിനെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തതിനും ജാമ്യം നിഷേധിച്ചതിനും പിന്നാലെ ബംഗ്ലാദേശിലുടനീളം ഹിന്ദുക്കളുടെ വ്യാപകമായ പ്രതിഷേധമുണ്ടാകുന്നതിനിടയിലാണ് മറ്റൊരു സന്യാസി കൂടി അറസ്റ്റിലാവുന്നത്. ഫിൻജാൽ ചുഴലിക്കാറ്റ് 7 മണിക്ക് കരതൊടും. കാരക്കലിനും മഹാബലിപുരത്തിനും ഇടയിലാണ് കരതൊടുക. കര കടക്കുന്ന സമയത്ത് മണിക്കൂറിൽ 70 കിലോമീറ്റർ മുതൽ 90 കിലോമീറ്റർ വരെയായിരിക്കും കാറ്റിന്റെ വേഗത. തമിഴ്നാട്ടിൽ അതീവ ജാഗ്രതയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചെന്നൈയിൽ നിന്നുള്ള വിമാനങ്ങൾ റദ്ദാക്കി.
മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കില്ലെന്ന് ഉറപ്പായതോടെ വകുപ്പ് വിഭജനത്തിൽ ഉപാധി വെച്ച് ശിവസേന. ആഭ്യന്തര വകുപ്പ് വേണമെന്നാണ് സേനയുടെ ആവശ്യം. ധനകാര്യ വകുപ്പും സ്പീക്കർ പദവിയും ശിവസേന ആവശ്യപ്പെടുന്നു. നിലവിൽ BJP മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ കടുത്ത അതൃപ്തിയുള്ള സേന ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ സർക്കാരിനെ പുറത്തുനിന്ന് പിന്തുണയ്ക്കാമെന്ന നിലപാടിലാണ്. ഇന്നലെ ജന്മനാട്ടിലെത്തിയ ഏകനാഥ് ഷിൻഡെ ഇതുവരെ മുംബൈയിൽ മടങ്ങിയെത്തിയിട്ടില്ല. ഇതോടെ സർക്കാർ രൂപീകരണം വൈകുമെന്നും ഉറപ്പായി. ഷിൻഡെയെ അനുനയിപ്പിക്കാനുള്ള നീക്കം BJP തുടരുകയുമാണ്. തിരുവനന്തപുരം കടകംപള്ളി വില്ലേജ് ഓഫീസ് ഉപരോധിച്ച് CPM. രേഖകൾ കൃത്യമായി സൂക്ഷിക്കാതെ അഴിമതിക്ക് കളമൊരുങ്ങുന്നുവെന്ന് ആരോപിച്ചായിരുന്നു ഉപരോധ സമരം. CPM പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു എന്ന് ആരോപിച്ച് കഴിഞ്ഞ ദിവസം വില്ലേജ് ഓഫീസ് ജീവനക്കാർ കൂട്ടത്തോടെ അവധിയെടുത്തിരുന്നു. കടകംപള്ളി മിനി സിവിൽ സ്റ്റേഷനിലാണ് വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം. ആധുനിക സംവിധാനങ്ങൾ ഓഫീസിലുണ്ടെങ്കിലും തണ്ടപ്പേര് രജിസ്റ്റർ ഉൾപ്പെടെ രേഖകൾ ഓൺലൈനിലേക്ക് പൂർണ്ണമായും മാറ്റിയിട്ടില്ല. ഡിജിറ്റലാക്കാൻ അവശേഷിക്കുന്ന രേഖകളുടെ വിവരം ഉദ്യോഗസ്ഥർ പുറത്തുവിടുന്നില്ലെന്ന് CPM ആരോപിക്കുന്നു. അവശ്യരേഖകൾക്ക് എത്തുന്നവരെയും വലയ്ക്കുന്നു. അഴിമതിക്ക് കളമൊരുക്കുന്നതിനാണ് ശ്രമമെന്ന് ആക്ഷേപവുമുണ്ട്. UDF ഭരണകാലത്ത് ഭൂമി തട്ടിപ്പ് നടന്ന വില്ലേജാണ് കടകംപള്ളി. ഉദ്യോഗസ്ഥരെ നിയന്ത്രിച്ചില്ലെങ്കിൽ പഴയ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് പ്രതിഷേധിക്കുന്ന CPM നേതാക്കൾ പറയുന്നു. എൻ്റെ പേരിലിരിക്കുന്ന ഒരു വസ്തുവിനെ സംബന്ധിച്ച് നാളെ അത് താങ്കളുടെ പേരിലാക്കുന്ന ഒരു സ്ഥിതി വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കരമടയ്ക്കുന്ന റെസീറ്റിൻ്റെ കാര്യത്തിൽ തന്നെ നിരവധി ആളുകൾ ദിവസവും വന്ന് ഇവിടെ പറഞ്ഞിട്ട് പോകുമ്പോൾ അവരൊരു തുണ്ടെഴുതി കൊടുക്കും. 10, 15, 20 ദിവസം കഴിഞ്ഞ് വരാൻ പറയും. പക്ഷേ അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് പിറ്റേന്ന് വരാൻ പറയും. ഇങ്ങനെ നിരവധി ദിവസം നടത്തിയും മാസങ്ങളായാലും അത് നടത്തി കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത്. CPM പ്രവർത്തകർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചെന്നാരോപിച്ച് കഴിഞ്ഞ ദിവസം വില്ലേജ് ഓഫീസിലെ ജീവനക്കാർ കൂട്ടത്തോടെ അവധിയെടുത്തിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ശബരിമല വാർത്തകൾ. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ശബരിമലയിൽ തിരക്ക് നിയന്ത്രണ വിധേയം. 6 മണിവരെ 60,683 തീർത്ഥാടകരാണ് സന്നിധാനത്ത് എത്തിയത്. നാളെ അവധി ദിവസമായതിനാൽ തിരക്ക് വർദ്ധിക്കാനാണ് സാധ്യത. പമ്പയിലേക്ക് തീർത്ഥാടകരുടെ വരവ് വർദ്ധിച്ചിട്ടുണ്ട്. നിലവിൽ സന്നിധാനത്ത് നടപ്പന്തലിൽ മാത്രമാണ് ഏറെ നേരം കാത്തു നിൽക്കേണ്ടതുള്ളത്. എന്നാൽ തിരക്കേറിയാൽ മരക്കൂട്ടം മുതൽ നിയന്ത്രണം ഏർപ്പെടുത്തും. സന്നിധാനത്ത് ദീപാരാധന തത്സമയം.
ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ലെവൽ 6 പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളവുമായി അനുശ്രീ ചേരും. നമസ്കാരം. നിങ്ങളെ